തിരുവസന്തം 1500. പ്രവാചാനുരാഗത്തിൻ്റെ പ്രണയസാഗരത്താൽ നിറഞ്ഞൊഴുകുന്ന ഈ പുണ്യറബിയിൽ നമ്മുടെ ഹൃദയത്തിൽ തൊട്ടുള്ളൊരു ലേഖനം. റിസാല അപ്ഡേറ്റ്. ഡോക്ടർ ജാഫർ AP എഴുതുന്നു. പ്രവാചകൻ വിളിക്കുന്നു. സന്ധ്യ മയങ്ങി, ആകാശം ചുവന്നിരിക്കുന്നു. അരികത്തെ പള്ളിമിനാരത്തിന് മുകളിലായി നേരിയ ഒരമ്പിളിക്കീറ് കാണാം. പുതുമാസപ്പിറവിയാണ്. പ്രവാചകൻ പിറന്ന മാസം. ചൂടും പൊടിയും കുറഞ്ഞ് അറേബ്യ തണുക്കാൻ ഇനിയും ഏതാനും ആഴ്ചകൾ കഴിയണം. എന്നാലും മാസപ്പിറവി ഓർമ്മകളുടെ വസന്തം തീർക്കുകയാണ്. മദ്രസ പഠനകാലത്തെ ഏറ്റവും ഉല്ലാസം നിറഞ്ഞ മാസമായിരുന്നു പ്രവാചകൻ പിറന്ന മാസം. പുരയിലും പള്ളിയിലും പള്ളിക്കൂടത്തിലും സൗമ്യമായ ആഹ്ലാദം പരക്കുന്ന നാളുകൾ. വർണ്ണക്കടലാസുകൾ കൊണ്ടുള്ള തോരണങ്ങളുടെ നിറച്ചാർത്ത്, അറിവിൻ്റെയും ശർക്കരയുടെയും സ്വാദ്. മാപ്പിളപ്പാട്ടും പാടിയും ദഫ്മുട്ടിയും കോൽക്കളി കളിച്ചും മദ്രസകൾ പാരമ്പര്യ കലകളെ വിരുന്നൂട്ടി. അങ്ങുള്ളിടത്ത് വിളിക്കെന്തിന്, അങ്കൾ തന്നെ വെളിച്ചമാണല്ലോ എന്നിങ്ങനെ അർത്ഥമുള്ള പ്രവാചക പ്രകീർത്തനങ്ങൾ ആലപിച്ചിരുന്ന രാവുകൾ. ബാല്യകാല കൗതുകങ്ങൾ കഴിഞ്ഞ് കൗമാരത്തിലേക്ക് കടന്നതോടെ നൈസർഗിക ആനന്ദവും നിഷ്കളങ്ക കുതൂഹലങ്ങളും പടിയിറങ്ങി. തീർപ്പുകൾ സന്ദേഹങ്ങളായും വിശ്വാസം അന്വേഷണമായും ഉത്തരങ്ങൾ ചോദ്യങ്ങളായും വൈകാരിക സമ്മർദ്ദങ്ങളുടെയും ചിന്താ പ്രക്ഷുബ്ധതയുടെയും സന്നിഗ്ധ നാളുകളിൽ പ്രവാചകനെ തേടി അലഞ്ഞു. പ്രവാചക ദൗത്യത്തിൻ്റെ പൊരുൾ തേടിയുള്ള അശാന്തമായ അന്വേഷണം. വയറിനേക്കാൾ മനസ്സ് വിശക്കുന്നുണ്ടായിരുന്നു. ജീവിതം അസംബന്ധ നാടകമാണെന്ന വിഭ്രമാത്മക പരികൽപ്പനയും അശുഭ ചിന്തകളുമായി അസ്തിത്വത്തിൻ്റെ പൊരുളറിയാതെ അലയുമ്പോഴാണ് ആന്തരിക ഉത്കണ്ഠകൾ ശമിപ്പിക്കുന്ന സാന്ത്വന തീർത്ഥമായി പ്രവാചക സന്ദേശം നെഞ്ചു തണുപ്പിക്കുന്നത്. പ്രവാചകൻ ഏകാന്ത ധ്യാനിയായി കഴിഞ്ഞ ഹിറാ മക്കയുടെ പ്രാന്തത്തിലുള്ള തരിശായൊരു മലയുടെ മുകളിലെ ഗുഹയാണ്. പ്രകാശത്തിൻ്റെ പർവ്വതമെന്ന് പേരുള്ള മല. നെഞ്ചോട് നെഞ്ച് ചേർത്ത് പടച്ച തമ്പുരാന്റെ നാമത്തിൽ വായിക്കാൻ ജിബ്രീൽ മുഹമ്മദിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചത് ഹിറയിലെ ഏകാന്ത നിശബ്ദതയിലാണ്. ഇടയനും വ്യാപാരിയുമായ മുഹമ്മദിനെ ആളുകൾ അൽ അമീൻ എന്ന് വിളിച്ചു. വിശ്വസ്തൻ, ദയാലു, സൗമ്യൻ. ക്ലേശകരമായ തത്വചിന്തയുടെ ഭാരമില്ലാതെ, അക്ഷരാഭ്യാസമില്ലാതെ സരളമായി ജീവിക്കുന്ന മരുഭൂമിയുടെ പുത്രൻ. പ്രപഞ്ചത്തിന് ഉടയവനുണ്ടെന്നും അവൻ താരതമ്യമില്ലാത്തവനാണെന്നും ചീർപ്പുകളുടെ പല്ലുകൾ പോലെ മനുഷ്യർ സമന്മാരാണെന്നും ഈശ്വരബോധം മാത്രമാണ് മഹത്വത്തിന് നിദാനമെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരുഭൂമിയിലൂടെ വിളിച്ചു പറഞ്ഞു. അൽ അമീൻ, അൽ മുസ്തഫയായി. ജിബ്രീലിന്റെ ആശ്ലേഷത്തിൽ ഭയന്ന് വിറച്ച മുഹമ്മദിനെ പ്രിയ സഖി ഖദീജ ജ്ഞാനവൃദ്ധനും ബന്ധുവുമായ വറക്കയുടെ അടുത്തു കൊണ്ടുപോയി. അവർ അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു. സുവിശേഷങ്ങളും വേദങ്ങളും വരുമെന്ന് പ്രവചിച്ച പ്രവാചകനാണ് താങ്കൾ. പലായനത്തിൻ്റെയും പീഡനത്തിൻ്റെയും നാളുകളാണ് കാത്തിരിക്കുന്നത്. അന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ താങ്കൾക്ക് കാവലിരിക്കും. പക്ഷേ ഞാനിപ്പോഴേ വൃദ്ധനാണല്ലോ. വറക്കയുടെ ആത്മകഥം. പടച്ചവൻ ഏകനാണെന്നും പടപ്പുകൾ സമന്മാരാണെന്നും മനുഷ്യർ ഭൂമിയിൽ പ്രപഞ്ചനാഥന്റെ പ്രതിനിധിയാണെന്നും ജീവിതം അസംബന്ധ നാടകമല്ലെന്നും ഒടുവുനാളിലെ വിചാരണ ദിവസം പടച്ചവനെ കണ്ടുമുട്ടുമെന്നും വിളിച്ചു പറയുന്നതിന് എൻ്റെ നാട്ടുകാരും ബന്ധുക്കളും എന്തിനാണ് എന്നെ ആക്രമിക്കുന്നത്? മനുഷ്യ സാകല്യത്തിന് പ്രതീക്ഷയും പ്രത്യാശയും പകരുന്ന വെളിച്ചം ആർക്കാണ് വേണ്ടാത്തത്? മുഹമ്മദ് അത്ഭുതപ്പെട്ടു. മകനെ, ഈ സന്ദേശവുമായി വന്ന മുഴുവൻ പ്രവാചകന്മാരും വചനവാഹകരും ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്. ചിലർ കൊല ചെയ്യപ്പെട്ടു. എൻ്റെ ഗതിയും മറിച്ചാവില്ല. വറക്കയുടെ സ്നേഹത്തോടെയുള്ള മുന്നറിയിപ്പ്. മർദ്ദനവും ബഹിഷ്കരണവും പട്ടിണിയും അവഹേളനങ്ങളും കൊണ്ട് തോൽപ്പിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ മക്കക്കാർ പ്രവാചകനെ എന്നേക്കുമായി ഉന്മൂലനം ചെയ്യാൻ തീരുമാനിച്ചു. ജന്മനഗരമായ മക്കയിൽ നിന്ന് അകലെ യസ്രിബിലേക്കുള്ള പലായനം. സ്വന്തത്തിനും ബന്ധുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും എതിരാണെങ്കിലും നീതി പാലിക്കണമെന്നും
സത്യവും സൂക്ഷ്മതയും പുലർത്തണമെന്നും പാവങ്ങളോട് അലിവുണ്ടാവണമെന്നും പ്രവാചകൻ നിരന്തരം ഉണർത്തി. കുടുംബ ബന്ധങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും പാലിക്കണം. സത്യം പറയണം. കള്ളസാക്ഷ്യം അരുത്. ലഹരികൾ ഉപേക്ഷിക്കണം. പലിശയും പൂഴ്ത്തിവെപ്പും പാടില്ല. സമ്പാദ്യം ശരിയായ വഴിയിലൂടെയാവണം. സമ്പാദ്യത്തിൻ്റെ വിഹിതങ്ങളിൽ ദരിദ്രർക്കൊരു പങ്ക് നീക്കിവെക്കണം. അടിമകളുടെ മോചനം മഹത്തായ പുണ്യകർമ്മമാണ്. അറിവ് നേടണം. ആളുകളോട് മാന്യമായി പെരുമാറണം. കോപം നിയന്ത്രിക്കണം. മിതത്വം പാലിക്കണം. പുഴയിലെ വെള്ളമാണെങ്കിലും പാഴാക്കരുത്. അന്യായമായ ഒരാളെ കൊല്ലുന്നത് മാനവകുലത്തെ മുഴുവൻ കൊല ചെയ്യുന്നതിന് തുല്യമാണ്. ലൈംഗിക വിശുദ്ധി പാലിക്കണം. അയൽക്കാരനെ പരിഗണിക്കണം. അന്ത്യദിനമാണെന്ന് അറിഞ്ഞാലും കയ്യിലെ വിത്ത് ഭൂമിയിൽ എറിഞ്ഞ് മുളപ്പിക്കണം. നിലം തരിശായി ഇടരുത്. വേണം. പുല്ലു തേക്കണം. കുളിക്കണം. അഹങ്കരിക്കരുത്. ആപത്തിൽ ക്ഷമ പാലിക്കണം. പൂർവ്വവേദക്കാരോട് സംവദിക്കുന്നത് ആദരവോടെയാവണം. ഇതര മതവിശ്വാസികളെ അപഹസിക്കരുത്. കഴുത്തിലെ ചോരക്കുഴലിനേക്കാളും അടുത്തു നിൽക്കുന്ന പടച്ചവനെ സദാ ഓർക്കണം. സമയം തെറ്റാതെ പ്രാർത്ഥിക്കണം. കൂട്ടമായും ഒറ്റയായും. ജീവിതം അനന്തമായ പ്രാർത്ഥനയാണ്. വ്രതമെടുക്കണം. മൃത്യുബോധമുണ്ടാവണം. നാം വഴിപോക്കന്മാരാണ്. ഭൂമിയിലൂടെ കടന്നു പോകുന്ന പരദേശികൾ മാതാപിതാക്കളെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും പരിചരിക്കണം. ചെറിയവരെ സ്നേഹിക്കണം. വലിയവരെ ആദരിക്കണം. ദാമ്പത്യം മഹത്തായ പുണ്യകർമ്മമാണ്. ഇണകൾ തമ്മിൽ വസ്ത്രങ്ങളാണ്. അനിവാര്യമായ കാരണങ്ങളുണ്ടെങ്കിൽ തീരെ ഒത്തുപോകാനാവാത്ത സാഹചര്യത്തിൽ വിവാഹബന്ധം വേർപ്പെടുത്താൻ ആണിനും പെണ്ണിനും സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ പരമാവധി ഒഴിവാക്കേണ്ടതാണ് വിവാഹമോചനമെന്ന് പഠിപ്പിച്ചു. ആണിനും പെണ്ണിനും സ്വത്തവകാശം നൽകി. ഭക്ഷണത്തിൽ മിതത്വം പാലിക്കണം. അതിഥിക്കും അഗതിക്കും അന്നം നൽകണം. പരിഹാസവും പരദൂഷണവും അരുത്. കളിപ്പേര് വിളിക്കരുത്. പുഞ്ചിരിക്കണം. അറിയുന്നവരാണെങ്കിലും അപരിചിതരാണെങ്കിലും പരസ്പരം കണ്ടുമുട്ടുമ്പോൾ മാന്യമായി അഭിവാദ്യം ചെയ്യണം. മനുഷ്യ സഞ്ചയത്തെ പടച്ചവൻ ആദരിച്ചിരിക്കുന്നു. ഭാഷയും നിറവും കുലവും നാടും മഹത്വത്തിൻ്റെ ഉപാധിയല്ല. വൈവിധ്യങ്ങൾ പടച്ചവൻ നിശ്ചയിച്ചതാണ്. ഈശ്വര കാരുണ്യത്തിൽ നിരാശരാവരുത്. ജ്ഞാനം വിശ്വാസിയുടെ കളഞ്ഞുപോയ സമ്പത്താണ്. എവിടെ കണ്ടാലും പെറുക്കിയെടുക്കുക. സ്ഥായിയായി നിലനിൽക്കുന്ന ദാനവും നല്ല മക്കളും ഭാവി തലമുറയുടെ ക്ഷേമത്തിന് ഉപകരിക്കുന്ന ജ്ഞാനവും ഒരാളുടെ മരണശേഷവും പിന്തുടരുന്ന പുണ്യങ്ങളാണ്. ഇങ്ങനെ വ്യക്തി ജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും സമൂലമായി സംസ്കരിക്കുന്നതാണ് പ്രവാചകന്റെ അധ്യാപനങ്ങൾ. പ്രാർത്ഥനയും വ്രതവും ദാനവും ഘോഷിക്കുന്ന വ്യക്തിപരമായ അനുഷ്ഠാനങ്ങളോടൊപ്പം സാമൂഹ്യ ഉത്തരവാദിത്തങ്ങളിൽ ഊന്നുന്ന ദരിദ്രർക്കും ദുർബലർക്കും ആലംബമാവുന്ന അലിവിൻ്റെയും നീതിയുടെയും നൈതികതയുടെയും മഹാവഴിയാണ് പ്രവാചകന്റെ വഴി. തൻ്റെ സന്ദേശം നൂതനമായ ആശയമാണെന്ന് പ്രവാചകൻ പറഞ്ഞില്ല. മനുഷ്യന്റെ ശുദ്ധ പ്രകൃതത്തിൽ ലീനമാണ്. പ്രകൃതിക്കിണങ്ങുന്ന മാനവകുലത്തിന്റെ പുലരി തൊട്ട് പ്രവാചക പരമ്പരയിലൂടെ പടച്ചവൻ പകർന്ന ആശയങ്ങളുടെ പരിസമാപ്തിയാണ് മുഹമ്മദിന്റെ ദൗത്യം. അബ്രഹാമും ഇസ്ഹാക്കും ഇസ്മായിലും മൂസയും ഈസയും പഠിപ്പിച്ച കാലദേശങ്ങൾക്കതീതമായ മൗലികവും ലളിതവുമായ സന്ദേശത്തിന്റെ പൂർണ്ണത അനുഗ്രഹങ്ങളുടെ മലയിലെ മറിയമിൻ്റെ മകന്റെ പ്രഭാഷണത്തിന്റെ ബാക്കിയാണ്. കരുണയുടെ മല ചുവട്ടിലെ മുഹമ്മദിന്റെ അറഫ പ്രഭാഷണം. സമ്പത്തും സൗകര്യങ്ങളും കുമിഞ്ഞുകൂടിയ ശാസ്ത്ര വളർച്ചയും സാങ്കേതിക വിദ്യയും വികാസവും വിസ്മയങ്ങൾ തീർക്കുന്ന ധീര നൂതന ലോകത്താണ് നാം ജീവിക്കുന്നത്. പക്ഷേ ചിന്തകന്മാർക്കും എഴുത്തുകാർക്കും മനുഷ്യന്റെ വർത്തമാനത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ഉത്കണ്ഠകളാണ് പ്രകടിപ്പിക്കുന്നത്. വംശീയ ഉന്മൂലനങ്ങളെ ആഘോഷിക്കുന്ന വെറുപ്പിന്റെ വ്യാപാരികൾ ഭരിക്കുന്ന ലോകം. പരിസ്ഥിതി നാശവും സാമൂഹ്യ സംവിധാനങ്ങളുടെ തകർച്ചയും സമുദായങ്ങൾ തമ്മിലുള്ള അകൽച്ചയും നിയമവ്യവസ്ഥയുടെ ക്ഷയവും സമ്പത്തിന്റെ കേന്ദ്രീകരണവും കൂട്ടനശീകരണ ആയുധങ്ങളുടെ വ്യാപനവും മനുഷ്യന്റെ ഭാവിയെപ്പറ്റി ആശങ്കയുണ്ടാക്കുന്നു. ജീവിതത്തിന്റെ നൈസർഗിക ആനന്ദത്തെയും
അസ്തിത്വത്തിൻ്റെ പൊരുളിനെയും അന്വേഷിക്കുന്നവരെ, അന്ത്യ പ്രതീക്ഷയുടെ ശുഭവൃത്താന്തങ്ങൾ അറിയേണ്ടവരെ, വെറുപ്പിൻ്റെ കട്ട പിടിച്ച ഇരുട്ടിൽ നിന്ന് മോചനം വേണ്ടവരെ, പടച്ചവനെ തേടുന്നവരെ പ്രവാചകൻ വിളിക്കുകയാണ്. വിശുദ്ധ പ്രവാചകന്മാരുടെ മേൽ മണ്ണിൽ നിന്നും വിണ്ണിൽ നിന്നും കൃപ വർഷിക്കുമാറാകട്ടെ എന്നും എപ്പോഴും